അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്ത ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. അവര് പറയുന്ന ഉസ്താദേ ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ട്, വാട്സപ്പിലൂടെ ഒരു ജുസുബെങ്കിലും ഓതാൻ പറയുമ്പോ കേൾക്കുമ്പോ ഓതണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ, പക്ഷേ ഞങ്ങളിൽ പലർക്കും ഓതാൻ അറിയില്ല, ഞങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കരയുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പോലും ഓതാൻ അറിയാത്തവർ എത്രയോ പേര് കരയുകയാണ്. പടച്ചവനെ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഉംറയ്ക്ക് പോകുന്ന സമയത്തൊരു രംഗം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തില് അവിടുന്ന് തവാഫെല്ലാം കഴിഞ്ഞിട്ട് പടച്ചവനെ മഖാം ഇബ്രാഹീമിന്റെ മുന്നിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അവസാനം സഫയും മർവയും എല്ലാം നടന്ന് അവസാനം കഅബാലയത്തിന്റെ മതാഫിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്റെ ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുത്തുകൊണ്ട് ഒരു പ്രായമുള്ള മലയാളിയായ ഉമ്മയിരുന്ന് കരയുകയാ. അള്ളാന്റെ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ടിരുന്ന് കരയുകയാണ്. പടച്ചവരെ, ഞാൻ ചിന്തിച്ചു വഴിതെറ്റിയതായിരിക്കും. കാരണം ഉംറയ്ക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ എങ്ങനെയാണ്, കൂടെ വന്നവരെ കാണാതെ വരുമ്പോ വഴിതെറ്റിപ്പോകുമല്ലോ. എത്ര അറിയുന്നവനാണെങ്കിലും പടച്ചവനെ പിന്നെ പോകുമ്പോ വഴിയങ്ങ് തെറ്റുകയാണ്. ആരെ കൂടെയുള്ളവരെ കാണാതെ വന്നപ്പോ കരയുകയാണെന്ന് കരുതിയിട്ട് അടുത്ത് ചെല്ലുമ്പോ ഉമ്മ കരഞ്ഞതെന്തിനെന്നറിയോ? മോനെ, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എന്റെ കണ്ണിന് കാഴ്ചയില്ല, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് കാണാൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കാണാ. എന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ, എനിക്കൊന്ന് നോക്കിയോതാൻ എനിക്ക് ഭാഗ്യമില്ലല്ലോ. അത് ഓർത്തിട്ട് കരഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ടാണ് ആ ഉമ്മ എവിടെ ഇരുന്ന് കരയുന്നത്. പക്ഷേ റബ്ബ് നമുക്ക് കാഴ്ച തന്നു, അല്ലാഹു നമുക്ക് ആരോഗ്യം തന്നു. നമ്മളിൽ പലർക്കും ഖുർആൻ ഓതാൻ അറിയാം. മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഖുർആനിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ. പക്ഷേ മറന്നുപോയല്ലോ, ഓതാ മനസ്സില്ലല്ലോ. മൊബൈലിൽ മണിക്കൂറുകൾ നോക്കിയിരിക്കാൻ സമയമുണ്ട്, യൂട്യൂബിൽ കയറിയിരിക്കാൻ സമയമുണ്ട്, ഗെയിം കളിക്കാൻ സമയമുണ്ട്, ചാറ്റ് ചെയ്യാൻ സമയമുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് ഒരു 10 മിനിറ്റ് പാരായണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ. നമുക്ക് ഉറക്കം വരുമല്ലോ, നമുക്ക് മടി വരുമല്ലോ, നമുക്ക് ബിസി വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓതാൻ അറിയാത്തവർ കരയുകയാ. എനിക്ക് ഓതാൻ അറിയുമായിരുന്നെങ്കിൽ നിന്റെ ഖുർആൻ എനിക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ റബ്ബേ. ഇന്ന് കരയുന്ന മാതാപിതാക്കളോട് മഹാനായ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ, വാട്സപ്പിൽ ഓരോ ദിവസവും ഒരു ഖത്തമോതുന്ന ഗ്രൂപ്പുകൾ. പലരും പറയും ഉസ്താദേ എനിക്ക് ഓതാൻ അറിയില്ല. അങ്ങനെയുള്ള ഉമ്മമാരെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ പടച്ചവനെ ഒരു മനുഷ്യന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ എനിക്ക് മതിയാകുന്നതും എനിക്കതിന് ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഖുർആനിൽ എനിക്ക് ഖുർആനിലെ ആയത്തുകൾ ഓതുന്നതിൻ്റെ
അല്ലെങ്കിൽ അതിന് പകരമാകുന്ന എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ നബിയേ? എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, എനിക്ക് പഠിക്കാനും കഴിയുന്നില്ല, പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഓതിയ പ്രതിഫലം കിട്ടുന്ന വല്ല നന്മകളും എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ യാ റസൂലല്ലാഹ്? മുത്തുനബിയോട് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നീ പറയുക സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പറയുന്ന ദിക്റങ്ങ് പറഞ്ഞോ, നിനക്കത് മതിയാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാത്തവർ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ കഴിയാത്തവർ, അവർക്ക് പടച്ചവനെ ഈ പറയുന്ന അദ്കാറുകൾ പറഞ്ഞാൽ, ഈ പറയുന്ന ദിക്റങ്ങ് പറഞ്ഞാൽ അവന് ഖുർആൻ ഓതിയ പ്രതിഫലമാ, അവർക്ക് ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്ക് ഈ വാചകം പറയുന്നതിലൂടെ അവർക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഖുർആൻ ഓതാൻ അറിയാത്തവർ, പഠിക്കാൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർ ഈ പറയുന്ന ദിക്റുകൾ പറഞ്ഞാൽ ഖുർആൻ ഓതിയ പ്രതിഫലം അല്ലാഹു അവർക്ക് കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 കലിമത്തുകൾ ഏതെങ്കിലും എങ്ങോട്ടും ഇങ്ങോട്ടോ തിരിഞ്ഞോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. ഈ പറയുന്ന അതാ ഹദീസ് കാണാം, അൻ ഉമ്മുൽ ഹനിയ് ബിൻത് അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഖാലത്ത് മർറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമൻ ഫഖുൽതു യാ റസൂലല്ലാഹ്. അവിടുന്ന് പ്രവാചകന്റെ മുന്നിൽ അവിടുന്ന് സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ എനിക്ക് വാർദ്ധക്യം വന്നു. പ്രവാചകൻ പ്രായം ചെന്ന ഒരാളുടെ അടുക്കലൂടെ മുത്തുനബി നടന്നു പോകാം. ഒരു പ്രായം ചെന്ന സ്വഹാബിയുടെ ചാരത്തുകൂടെ, വാർദ്ധക്യം വന്ന ഒരു സഹാബിയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ദുർബലനാണ്, എനിക്ക് ഖുർആൻ ഓതുവാനും പഠിക്കുവാനും ഒന്നും കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് എനിക്ക് നിർവഹിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചു തരുമോ? എഴുന്നേക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടും നമ്മളൊക്കെ കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കണ്ടിട്ടുണ്ട്. ഒന്നിനും കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്വഹാബി ആ പ്രായമുള്ള മനുഷ്യന്റെ അടുക്കലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, നബിയേ, ഒന്നിനും കഴിയുന്നില്ല നബിയേ, ഇവിടെ ഇരുന്നു കൊണ്ട് പ്രതിഫലം നേടാൻ കഴിയുന്ന വല്ല നന്മകളുമുണ്ടോ? ഇവിടെ ഇരുന്നു കൊണ്ട് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന വല്ല നന്മകളുമുണ്ടോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 100 തവണ സുബ്ഹാനല്ലാഹ് തസ്ബീഹ് ചൊല്ല്. അത് കാരണം ഇസ്മായിൽ സന്തതികളിൽ നിന്ന് 100 അടിമകളെ നിങ്ങൾ മോചിപ്പിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അതായി പ്രായമുള്ള അത്തായ അമ്മായും ബാപ്പായും ഉമ്മായും ടിവിയുടെ മുന്നിൽ ഇരുന്നിട്ട് റിമോട്ടും കുത്തിയിട്ടിരിക്കുക. പ്രായമുള്ള വാപ്പാടെ ഉമ്മാടെ ഇപ്പോഴത്തെ ജോലി ടിവിയുടെ മുന്നിലിരുന്ന് കുത്തല. അതല്ല ചെയ്യേണ്ടത്. കയ്യിലൊരു തസ്ബി കൊടുത്തിട്ട് പറ, ഒരു 100 പ്രാവശ്യം പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, പൊതുവെടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടന്ന കിടപ്പിലാണ് കിടക്കുന്നതെങ്കിലും കയ്യിൽ തസ്ബി കൊടുത്തിട്ട് പറ, ഒരു 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറ. അതിലൂടെ കിട്ടുന്ന പ്രതിഫലം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത്രയും പ്രതിഫലം റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അൽഹംദുലില്ലാഹ് എന്നൊരു 100 തവണ ചൊല്ലുക. 100 പ്രാവശ്യം നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയുക. അത് പറയുന്നതിലൂടെ കടിഞ്ഞാണിടപ്പെട്ട 100 കുതിരകൾക്ക് തുല്യമാണ് നിങ്ങൾ പറയുന്ന ഈ അൽഹംദുലില്ലാഹ് എന്ന നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ യുദ്ധക്കളത്തിലേക്ക് ജിഹാദിന് വേണ്ടി പോകുന്ന പ്രതിഫലം ഈ ദിക്റുകൾ പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പൊ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇങ്ങനെ പറയുന്ന ഈ ദിക്റുകൾ പറയുന്നതിലൂടെ നമുക്ക് വലിയ വലിയ പ്രതിഫലങ്ങളാണ് നേടിയെടുക്കാൻ കഴിയുക. നമുക്കിങ്ങനെയുള്ള ദിക്റുകൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് ദിക്റുകളും ദുആകളും അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. വല അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്ക്, അള്ളാഹു പറയുന്നു വല ദിക്റുല്ലാഹി അക്ബർ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവേ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, നിങ്ങൾ ഏറ്റവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ളവരാകണം. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. സത്യവിശ്വാസികൾ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി അനുസ്മരിക്കുകയും രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് ദിക്റുകൾ അറിയാം, ഒരുപാട് ദുആകൾ അറിയാം. പക്ഷേ നമ്മളിൽ പലരും അത് ചെയ്യാറില്ല. എന്തിനാ പടച്ചവനെ? 5 നേരം നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളുണ്ടല്ലോ, ആ നിസ്കാരത്തിന് ശേഷം പറയേണ്ട അദ്കാറുകളുണ്ടല്ലോ, എത്ര പേരാ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് നിർവഹിക്കേണ്ട 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണ്. 5 നേരം പള്ളിയിൽ വന്ന് നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാ. പള്ളിയിലല്ലെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും നമ്മൾ നിസ്കരിക്കുന്നവരാ. എന്നാ നിസ്കരിക്കുന്ന നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പറയേണ്ട ദിക്റുകൾ എന്തെല്ലാമാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തെല്ലാം ഒന്ന് പറഞ്ഞു തന്നെ, ഒന്ന് പറ. എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹ്, ഇത് മാത്രമേ അറിയത്തുള്ളൂ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഓടി നടന്ന് പറയതല്ല. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ പലതും വലിയ വയതൊന്നുമല്ല, ഇതൊക്കെയാ പഠിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരാൾ നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും ദുആകളും നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ദുആ എന്താ? എന്ത് ദിക്റാ പറയേണ്ടത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പഠിച്ചൂടെ? ഇങ്ങനെ ഇതിലേ കെട്ട് ഇതിലേ കളയാനാണോ? അല്ല, ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ചെയ്യുമല്ലോ, ജീവിതത്തിൽ ചെയ്യുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ ദിക്റുകളും ദുആകളും? അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, ഫഇദാ ഖളൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദാ. അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഇദാ ഖളൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമസ്കാരം നിർവഹിച്ചു സലാം വീട്ടിയാൽ എന്തേ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരാൾ ഫർള് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ അവൻ എന്തേ ചെയ്യേണ്ടത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ ചെയ്യേണ്ടത്? ഓടണോ? മുസല്ലേ മടക്കിയിട്ട് മാസ്കും വലിച്ചിട്ട് ഓടുക. സലാം വീട്ടിയാൽ ആദ്യം ഫോണിൽ ആരെങ്കിലും വിളിച്ചോ എന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്നതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹ് പറയുന്നു, നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നോ കിടന്നോ നീ എന്ത് ചെയ്യണം? അല്ലാഹനെ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാം വീട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് ഞാൻ
പാപം പൊറുക്കലിനെ തേടുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് ഞാൻ എൻ്റെ പാപങ്ങളുടെ പൊറുക്കലിനെ തേടുന്നു എന്ന് നീ അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സലാം വീട്ടിക്കഴിഞ്ഞാൽ കാല ഇബ്നു റജബ് അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, ഇദാ സ്വലാത്ത അസ്തഗ്ഫിറുല്ലാഹ്. അവിടുന്ന് മഹാനവറുകൾ പറയുന്നു, അവിടുന്ന് നിസ്കാരം നിർവഹിച്ചാൽ അതിലുള്ള തൻ്റെ കുറവിനെ തൊട്ട്, നിസ്കാരത്തിൽ പല പോരായ്മകൾ വരൂല, എന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് പറയണേ? എന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് പറയണേ? നമ്മൾ മലക്കുകളൊന്നും അല്ലല്ലോ. കൈകെട്ടി നിന്ന് കഴിയുമ്പോഴത്തേക്ക് പടച്ചവനെ തടിയുടെ പൈസ അവൻ തരാവുണ്ട്, പടച്ചവനെ ഫ്രൂട്ട്സ് കടയിൽ കുറച്ചുണ്ട്, പടച്ചവൻ ഇതാ ചിന്ത. നമ്മളൊക്കെ ചെരുപ്പ് കടയിൽ കാശൊക്കെ കിട്ടാൻ കിടക്കുന്നുണ്ട്, ഇതൊക്കെയാ നമ്മുടെ ചിന്തകള്. മീൻ്റെ കാശ് കുറേ കിട്ടാനുണ്ട്, പ്ലംബിങ്ങും വയറിങ്ങും ചെയ്തതിൻ്റെ കുറച്ച് കിടക്കുന്നുണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം, ആ നിസ്കാരത്തിൽ വന്ന പോരായ്മകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്നപ്പോ, ഈ ലോകത്തിന്റെ അധിപനായ, പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ മുന്നിലാണ് നിന്നത്. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം വീട്ടി കഴിഞ്ഞ ഉടനെ 3 പ്രാവശ്യം പറയണം, അസ്തഗ്ഫിറുല്ലാഹ്, എൻ്റെ പാപങ്ങൾ പൊറുക്കടല്ലാ, നിസ്കാരത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അല്ലാ എന്ന് നീ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ 1 പ്രാവശ്യം പറയണം. എങ്ങനെ? അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം. നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. 1 പ്രാവശ്യം, എൻ്റെ അല്ലാഹുവേ, നീയാണ് രക്ഷയും സമാധാനവും നൽകുന്നവൻ, നിന്നിൽ നിന്നാണ് രക്ഷയും സമാധാനം ലഭിക്കുന്നത്, വേറൊന്നുമില്ല. അല്ലാഹുവോട് പറയുക, സമാധാനമല്ലേ നമുക്കില്ലാതെ പോയത്, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ്, നിസ്കാരം കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിഞ്ഞിട്ട് നീ അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയണം. ഈ 2 അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം എന്ന് പറയുന്ന രക്ഷ, അല്ലാഹുവിൻ്റെ അടുക്കൽ സമാധാനം ചോദിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്നിട്ട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد എന്ന് പറയുന്ന ദുആകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞു പറയണമെന്നാണ്. എന്തൊക്കെ ദുആകളാണോ നിനക്കറിയുന്നത്, അങ്ങനെയുള്ള ദുആകൾ നീ ചെയ്യണം. എന്നിട്ട് മഹാനായ പ്രവാചകൻ പറയുകയാണ്, സലാം വീട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ദുആ നീ 1 പ്രാവശ്യം പറയണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പല ദിക്റുകളും നിസ്കാരം കഴിഞ്ഞാൽ 1 പ്രാവശ്യം നമ്മൾ പറയണം. കിതാബുകളിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിസ്കാരം കഴിഞ്ഞു പറയേണ്ട ദിക്റ അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയുന്ന ഈ ദിക്ർ. കാരണം മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ബിയദിഹി വഖാല യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ഖാല ഉസീക യാ മുആദ് لا تدعن في دبر كل صلاة تقول اللهم إني على ذكرك وشكرك وحسن عبادتك. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു, മുആദേ, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, നിശ്ചയം എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്.
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിനെ കൊണ്ട് സത്യം, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ റബ്ബിനെ കൊണ്ട് തന്നെ സത്യം, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അല്ലയോ മുആദേ, ഞാൻ നിനക്ക് ഒരു ഉപദേശം നൽകുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. എല്ലാ നമസ്കാരം കഴിയുമ്പോഴും, എല്ലാ ഫർള് നമസ്കാരം കഴിയുമ്പോഴും നീ ദുആ ചെയ്യണം, നീ ദുആ ചെയ്യണം. എന്തേ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ കുറിച്ച് ഓർക്കാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഉത്തമമായി ആരാധിക്കാനും നീ എന്നെ സഹായിക്കണമേ അല്ലാ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, അല്ലാഹുവിനെ സത്യം, എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്. മുആദേ, 5 വഖത്ത് നിസ്കരിച്ച് കഴിയുമ്പോഴും നീ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, അല്ലാഹുവേ, നിന്നെ കുറിച്ച് ഓർക്കുവാനും നിനക്ക് നന്ദി രേഖപ്പെടുത്തുവാനും അതുപോലെ തന്നെ നിന്നെ ആരാധിക്കുവാനും നീ എന്നെ സഹായിക്കണമേ അല്ലാ എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഹദീസിൽ കാണാം, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഒരു പ്രാവശ്യം പറയണം. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് പറയുന്ന ഈ ദിക്ർ നീ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ജലസ മജ്ലിസൻ ഔ സല്ല തകല്ലമ ബികലിമത്തിൻ ഫസഅലതു ആയിഷ അനിൽ കലിമാതി ഫഖാല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാലോ നമസ്കരിച്ചാലോ എന്തെങ്കിലും ഒരു വചനം ചൊല്ലുന്നതായി ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നിസ്കാരം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മജ്ലിസിൽ ഇരിക്കുന്നത് കണ്ടാൽ പ്രവാചകൻ എന്തോ ഒരു വചനം ഇങ്ങനെ പറയുന്നത് ഞാൻ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താണെന്ന് നബിയോട് ചോദിക്കുകയാ. പ്രവാചകനോട് ചോദിക്കുന്ന നബി, എന്ത് നന്മയാണ് പറഞ്ഞതെങ്കിലും അന്ത്യനാൾ വരെ നിനക്കത് നന്മയായി ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ ആയിരിക്കുന്ന സമയത്ത് ആ നിസ്കാരപ്പായിലിരുന്ന് കൊണ്ട് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന വലിയൊരു പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ഓത്. എപ്പോ? നമസ്കാരം കഴിഞ്ഞിട്ട് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേര് ഓതുന്നവരുണ്ട്? എത്ര പേരാണ് ആയത്തുൽ കുർസി 5 വഖത്ത് ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ഓതാറുണ്ടോ? എവിടെ? സുബഹി കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞ് ഓതും, ബാക്കി വഖത്തൊന്നും ഇല്ലല്ലോ. ചിലര് സുബഹി കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞ് ഓതും. 5 വഖത്ത് നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ആ സ്ഥലത്തിരുന്നു കൊണ്ട് ആയത്തുൽ കുർസി എന്തൊക്കെ ചെയ്തില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അസ്തഗ്ഫിറുല്ലാഹ് പറയണം, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. മൂന്നാമതായിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 112, 113, 114 അവസാനത്തെ 3 സൂറത്തുകൾ, ഇഖ്ലാസ്, ഫലക്, നാസ്, ഈ 3 സൂറത്തുകൾ നീ ഒന്ന് പാരായണം ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് കഴിഞ്ഞിട്ടാണ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്റുകൾ അപ്പോഴാണ് പറയേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, 33, 33, 34 ആയപ്പോൾ എത്രയായി? 100 100 എന്താ പറയോടോ? 100 അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയണം? ഒരു ദിക്ർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നീ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഒരുപാട് ദിക്റുകൾ ഇതിന് ശേഷമാണ് ദുആ ചെയ്യേണ്ടത്.
ഇതിന് ശേഷമാണ് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. ആ വാചകങ്ങൾ പറയുന്നതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഞാൻ എണ്ണി പറഞ്ഞത്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് ആ 4 വാചകങ്ങൾ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 വാചകങ്ങൾ പറഞ്ഞു നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈ 4 ദിക്റുകൾ പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൂടെ അള്ളാഹു ജീവിതത്തിൽ ഹയാത്താക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ നന്മ പഠിച്ചിട്ട് നമുക്ക് പിരിയാം. 10:30 ഇൻഷാ അല്ലാഹ്, അരമണിക്കൂർ കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്തെല്ലാം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കഥ അത് പറയാനാ പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. സമയമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവിലൂടെ ഏതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണേ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ചിലർ ചോദിക്കണം, ഉസ്താദ് ഇന്നലെ ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഉറുമ്പിനെ കുറിച്ച് അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറുമ്പ് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറുമ്പിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം, ഒരു വഴുത് കേട്ട് നോക്കാം. ഉറുമ്പിനെ കുറിച്ച് നമുക്കൊക്കെ വന്ന് കടി തരുന്ന ഉറുമ്പുണ്ടല്ലോ, ചെവിക്കകത്ത് വല്ലതും കയറിപ്പോയി കഴിഞ്ഞാൽ അറിയാം പടച്ചവൻ അതിൻ്റെ പ്രയാസം. വളരെ ചിട്ടയായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഈ ഉറുമ്പെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമെന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരമെടുക്കുന്ന വസ്തു ഏതാ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാരമെടുക്കുന്ന ഏതാ? ആനയെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് മാത്രമല്ലേ എടുക്കത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്നാ ഉറുമ്പുകളെ നോക്കിക്കേ, ഇതൊരു കഷ്ടപ്പാടെന്നറിയോ. അതിനെ കൊണ്ട് എടുക്കാൻ പറ്റാത്തത് ചുവന്നുകൊണ്ടിടക്കും. ഭയങ്കര ഒത്തൊരുമയാ, സഫായിട്ടാ പോണേ. വരിയായിട്ട് ബീവറേജിന്റെ വരി പോലൊന്നുമല്ല, പ്രശ്നമല്ലാത്ത വരിയ പോണ. എന്തൊരു അച്ചടക്കമെന്നറിയോ ഉറുമ്പ്. നമ്മൾ പഠിക്കണം ഒരുപാട് പാഠങ്ങൾ. ആ ഉറുമ്പിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 27-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താ? സൂറത്തുൻ നംല്, ഉറുമ്പ്. ഖുർആനിലെ 1-ാമത്തെ സൂറത്തിന്റെ പേരെന്താ? 2-ാമത്തെ സൂറത്തിന്റെ പേരെന്താ? പശു. എന്താ പേര്? സൂറത്തിൽ എന്താ പേരെന്താ? ബക്കറ എന്ന് പറഞ്ഞാൽ എന്താ? മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? പശു. 1-ാമത്തെ അധ്യായം ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള 1-ാമത്തെ സൂറത്തിന്റെ പേര് പശു. തേനീച്ചയെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാ? ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാ? എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിലെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ നംല്, ഉറുമ്പെന്നാണ്. എന്നാൽ ഈ അധ്യായത്തിന്റെ 18-ാമത്തെ ആയത്തിൽ മാത്രമാണ് അല്ലാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞത്. ഒരധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാണ്. എന്നാൽ ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്, അതിനകത്ത് മുഴുവനും അല്ലാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞില്ല. ഒരേ ഒരു ആയത്തിൽ മാത്രം, അതിന്റെ 18-ാമത്തെ ആയത്തിൽ മാത്രം അള്ളാഹു ഉറുമ്പിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ഒറ്റ ആയത്തിലാണ്. ഖുർആനിൽ തന്നെ ഈ ഒരു ആയത്ത് മാത്രമാണ് ഉറുമ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ഖുർആനിലോ. ചായ കുടിക്കുമ്പോൾ നമ്മളെ മറക്കല്ലേ അപ്പ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 27-ാമത്തെ അധ്യായം, ആ അധ്യായത്തിന്റെ പേര് തന്നെ ഉറുമ്പെന്നാണ്. എന്നാൽ ആ സൂറത്ത് മുഴുവനും അല്ലാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. 18-ാമത്തെ ആയത്തിൽ മാത്രമാണ് അല്ലാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഖുർആനിൽ വേറെ ഒരു സ്ഥലത്തും അല്ലാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലതു യാ അയ്യുഹൻ നംല് ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദു വഹും ലാ യസ്അറൂൻ.
സൂറത്തുൻ നംൽ എന്ന് പറയുന്ന അധ്യായത്തിന്റെ 18-ാമത്തെ ആയത്തില് അല്ലാഹു പറയുകയാണ്, അങ്ങനെ അവർ ഉറുമ്പിന്റെ താഴ്വരയിലൂടെ ചെന്നപ്പോൾ ഒരു ഉറുമ്പ് പറയുകയാണ്, ഉറുമ്പിന്റെ താഴ്വരയിലൂടെ ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമും തന്റെ അനുയായികളും കടന്നു ചെല്ലുമ്പോ അതാ ഉറുമ്പുകൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഉറുമ്പ് പറയുകയാണ്, ഉറുമ്പുകളുടെ നേതാവ് പറയുകയാണ്, നിങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ റൂമിനകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ സൈന്യങ്ങളും അവർ ഓർക്കാത്ത വിധത്തിൽ നിങ്ങളെ ചവിട്ടി തേച്ചു കളയാതിരിക്കട്ടെ. ആ ഖുർആനിലെ സൂറത്തുൻ നംൽ എന്ന് പറയുന്ന ആ സൂറത്തിൽ അള്ളാഹു ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞ ഇതേ ഉള്ളൂ. ഉറുമ്പിന്റെ താഴ്വര, ഉറുമ്പുകളുടെ താഴ്വരയിലൂടെ സുലൈമാൻ നബി അലൈഹിസ്സലാമും തന്റെ സൈന്യവും വരുന്നത് കണ്ടപ്പോ ഉറുമ്പുകളുടെ നേതാവ് പറയുന്നുണ്ട്, എല്ലാവരും ബുക്കോ, ഇത് സുലൈമാൻ നബിയും സൈന്യവും വരുന്നുണ്ട്, അവരറിയാതെ ചതച്ചരച്ച് ചവിട്ടി കൊന്നുകളയും, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് രക്ഷ കയറിക്കൊള്ളാൻ. ഇതാണ് അല്ലാഹു ഖുർആനി ഉറുമ്പിനെ കുറിച്ച് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യവുമായി സഞ്ചരിക്കുമ്പോഴുണ്ടായ ഈ സംഭവമാണ് ഈ ആയത്തിൽ പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഉറുമ്പുകളുടെ സംസാരം വരെ കേൾക്കാം, ലോകത്തുള്ള സർവ്വതിന്റെയും ശബ്ദം കേൾക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹദീസുകൾ ഒരുപാട് സംഭവങ്ങൾ, ഉറുമ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വേണ്ടി പറയാം. നിങ്ങൾ മനസ്സിലാക്ക്, ഉറുമ്പ് സാധാരണ ഒരു ജീവിയാണോ? ഉറുമ്പിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അന്നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖറജ സുലൈമാൻ അലൈഹിസ്സലാം യസ്തഖി ഫറആ നംലതൻ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പുറപ്പെടുകയാണ്. ലോകം മുഴുവൻ മഴയ്ക്ക് ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തില് മഴയില്ലാതെ വന്നപ്പോ, മഴ ലഭിക്കാതെ വന്നപ്പോ, വല്ലാത്ത വരൾച്ച വന്നപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് മഴ കിട്ടുന്നതിന് വേണ്ടി അവിടെ നിന്ന് ദുആ ചെയ്യാൻ പോകുമ്പോ അവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? ഉറുമ്പിന്റെ മഹത്വം പഠിച്ചോ, അല്ലാഹുവാണെന്ന് പഠിച്ചോ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ കരുണയെ കുറിച്ച് പഠിച്ചോ. സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ദുആ ചെയ്യാൻ പോകുമ്പോ ഒരു രംഗം കാണുകയാ, ഒരു രംഗം കാണുകയാ. എന്തേ കാണുന്നതെന്നറിയുമോ? ഒരു ഉറുമ്പ് മലന്ന് കിടക്കുകയാണ്, ഒരു ഉറുമ്പ് മലന്ന് കിടക്കുകയാണ്. തന്റെ കൈകാലുകൾ ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. പടച്ചവനെ, മലർന്ന് കിടന്നിട്ട് കൈകാലുകൾ മുകളിലേക്ക് പിടിച്ചിട്ട് അല്ലാഹുവേ ആകാശത്തിന്റെ നേരെ ഇങ്ങനെ പൊക്കിപ്പിടിക്കുകയാ. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോ പിടിക്കുന്നത് പോലെ ആ ഉറുമ്പിങ്ങനെ മലർന്ന് കിടന്നിട്ട് തന്റെ കൈകാലുകൾ ആകാശത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി പിടിക്കുകയാണ്. എന്നിട്ട് റബ്ബേ എന്തേ പറയുന്നത്? സുലൈമാൻ നബി കാണുകയാണ്, സുലൈമാൻ നബി കാണുകയാണ്. എന്തേ പറയുന്നതെന്നറിയുമോ? അല്ലാഹുവേ, ഞങ്ങളും നിന്റെ സൃഷ്ടികളാണല്ലാ. ഉറുമ്പാണ് പറയുന്നത്. ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് തന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പിടിച്ചിട്ട് ഉറുമ്പ് പറയുന്നു, അല്ലാ, ഞങ്ങളും നിന്റെ സൃഷ്ടികൾ തന്നെയാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ വെള്ളം കുടിക്കുവാൻ തരാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല അല്ലാ. സുലൈമാൻ നബി നോക്കുമ്പോ ഒരു ഉറുമ്പ് റബ്ബിനോട് പറയുന്നു, അല്ലാ, ഞങ്ങളും നിന്റെ സൃഷ്ടികളാണ് പടച്ചവനെ. വല്ലാത്ത വരൾച്ചയാണ് പടച്ചവനെ, വല്ലാത്ത പ്രയാസമാണ് പടച്ചവനെ. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നീ തരണേ അല്ലാ. അവിടുന്ന് ഉറുമ്പ് ദുആ ചെയ്യുന്നത് കാണുമ്പോ സുലൈമാൻ
നബിയുടെ കണ്ണ് നിറയുകയാ, സുലൈമാൻ നബിയുടെ കണ്ണ് നിറയുകയാണ്. അല്ലാഹുവേ, സുലൈമാൻ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫഖാല ലഹും സുലൈമാൻ ഇർജിഊ ഫഖദ് സുഖീതും ദഅവതാ. സുലൈമാൻ നബി അവിടെന്ന് പറയുകയാ, എല്ലാവരും മടങ്ങിപ്പോക്കോ, എല്ലാവരും മടങ്ങിപ്പോക്കോ. ദുആ ചെയ്യാൻ ഒരുമിച്ച് കൂടിയവരോട്, ദുആ ചെയ്യാൻ ഒരുമിച്ച് കൂടിയവരോട് സുലൈമാൻ നബി അവിടെന്ന് പറയുന്നു, എല്ലാവരും മടങ്ങിക്കോ. മറ്റുള്ളവരുടെ പ്രാർത്ഥന മൂലം നിങ്ങൾക്ക് വെള്ളം കിട്ടിയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അഹ്മദിൽ ഈ ഹദീസ് കാണാ, വെറുതെ പറഞ്ഞതല്ല, ഇത് കെട്ടുകഥയല്ല. സുലൈമാൻ നബി നോക്കുമ്പോ, സുലൈമാൻ നബിയും ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഒരു ഉറുമ്പ് റബ്ബിനോട് ദുആ ചെയ്യപ്പോ, ഒരു ഉറുമ്പ് അല്ലാഹുവിനോട് ദുആ ചെയ്തപ്പോ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ, ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ. ഒരു ദുആ, ഒരു ഉറുമ്പിന്റെ ദുആ കേട്ടവനാ നിന്റെ റബ്ബ്. അല്ലാഹുവേ, ഈമാൻ തരണേ അല്ലാ. സുലൈമാൻ നബി അലൈഹിസ്സലാമും തന്റെ ജനങ്ങളും കൂടെ വെള്ളമില്ലാതെ വന്നപ്പോ റബ്ബിനോട് ദുആ ചെയ്യാൻ വരുമ്പോ ഒരു ഉറുമ്പ് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഉറുമ്പ് മലർന്ന് കിടന്നിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് കയ്യും കാലും ഇങ്ങനെ പിടിച്ചിട്ട് റബ്ബിനോട് പറയണോ, അല്ലാ ഞങ്ങളും നിന്റെ സിട്ടികളാ, അല്ലാ കുടിക്കാൻ വെള്ളമില്ല, അല്ലാ നീയാ തരേണ്ടത്, വെള്ളം തരണേ പടച്ചവനെ, ആകാശത്ത് നിന്നും മഴ പെയ്യ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ ദുആ ചെയ്യണ്ട, ചെയ്യേണ്ടവർ ചെയ്തു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, ഉറുമ്പിനെ കുറിച്ച് പഠിക്ക്. വെറുതെ പറഞ്ഞല്ല, ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. ഉറുമ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. മഹാനായ അൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു വ അബീ സലമത അന്ന അബാ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഹദീസ് പറയുന്നത് ആർക്കും മനസ്സിലാവില്ലാതെ എനിക്കറിയാം. ഈ ഹദീസ് അറബി പറയുന്നത് നിങ്ങളിങ്ങനെ വായം തുറന്നിരിക്കണത്. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ചിലർക്ക് വിചാരിക്കും, ഉസ്താദ് എവിടുന്നോ ഇതൊക്കെ ഉണ്ടോ? ഇങ്ങനെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ശരി തന്നെ, ഉറുമ്പ് ദുആ ചെയ്ത കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിത് ചുമ്മാതെ ഹദീസില്ലാതെ ഞാൻ പറഞ്ഞ നേരി ചുമ്മാതെ എവിടെ നോക്കിയിട്ട് പറയണ അല്ലേ? ഇതൊക്കെ എവിടെയോ നോക്കിയിട്ട് ചുമ്മാതെ പറയണത് ആ ഹദീസ് വായിക്കണത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ ഹദീസ് എവിടാണെന്നുള്ളത് ചുമ്മാൊന്നുമല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖറസത്ത് നംലത നബിയ്യൻ മിനൽ അംബിയാ ഫഅമറ ബിഖറിയത്തിൻ നംലി ഫഉഹരികത് ഫഔഹല്ലാഹു ഇലൈഹി വഅൻ ഖറസതക നംലതൻ. നിങ്ങൾ നോക്കുക, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ. ഉറങ്ങുവാണോ? ഉറങ്ങുവാണോ? പെണ്ണും പിള്ളയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഹദീസാ ഇത്. ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം. എൻ്റെ ലൈവ് കേൾക്കണ എല്ലാ താത്താമാരും കേട്ടോ, എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ സഹോദരിമാരും കേട്ടോ, ഉറുമ്പുകളെ കരിച്ചു കളയുന്ന താത്താമാരൊക്കെ കേട്ടോ അല്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കൽ ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. ഇത് ബാലരമയിലെ കഥയല്ല കേട്ടാ, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കിതാബാണ് ബുഖാരി, അത് കഴിഞ്ഞാൽ മുസ്ലിം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ബുഖാരിയിലെ ഹദീസ ഞാൻ പറയുന്നത്. ഒരു പ്രവാചകന് ഒരിക്കൽ ഒരു പ്രവാചകനെ ഒരു ഉറുമ്പ് കടിച്ചു. ഉറുമ്പ് കടിച്ചപ്പോൾ അദ്ദേഹം ഉറുമ്പുകൾ താമസിക്കുന്ന ആ ഒരു പുറ്റുണ്ടല്ലോ, എന്താ പറയുന്നത്, ഉറുമ്പുകൾ താമസിക്കുന്ന സ്ഥലം അല്ലേ, നമ്മളെ അങ്ങനെയാണല്ലോ, ആ ഉറുമ്പുകൾ താമസിക്കുന്ന വീട്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് വല്ല പള്ളായി പോകണ്ട, അത് പേടിച്ചിട്ടാ, വേറൊന്നുമല്ല. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പ്രവാചകൻ ഉറുമ്പ് കടിച്ചപ്പോ അത് താമസിക്കുന്ന അതിന്റെ കൂട് ഒന്നടങ്കം ചുട്ട് കരിക്കളയാൻ കൽപ്പിച്ചു. അല്ലേ? കരിച്ചുകളയില്ലേ? വീട്ടിലൊക്കെ ഉറുമ്പെന്ന പെട്ടെന്നൊരു പേപ്പർ കത്തിച്ചങ്ങ് ഇട്ട് കൊടുക്കും. എല്ലാം ചിക്കൻ ഫ്രൈ ആവണ പോലെ കരിക്കുക. ദോഷമൊക്കെ കരിക്കാറില്ലേ? നിങ്ങൾ പറ, കരിക്കാറില്ലേ?
പ്രവാചകൻ അവിടെ നിന്ന് കൽപ്പിച്ചു ഉറുമ്പുകൾ താമസിക്കുന്നതിന്റെ കൂട് ഒന്നടങ്കം അങ്ങ് കരിച്ചു കളയാൻ. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. അതാ കടിച്ച ഉറുമ്പിനെയും ഉറുമ്പിന്റെ കൂടുകളെയും അവിടുന്ന് തീ കൊണ്ട് കരിച്ചു കളയാൻ പ്രവാചകൻ അവിടുന്ന് കൽപ്പിക്കുമ്പോ തമാശയായി പറയുകയല്ല പെങ്ങള്, വ്യക്തമായി കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അവിടുന്ന് പ്രവാചകൻ, അവിടുന്ന് ആ പ്രവാചകൻ മുത്തുനബിയല്ല, വേറെ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകൻ ഉറുമ്പ് കടിച്ചതിന്റെ പേരില് ആ ഉറുമ്പിന്റെ കൂടുകൾ മുഴുവനും കരിച്ചു കളയാൻ കൽപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരികയാണ്. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരില് അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്യുന്ന ഒരു സമൂഹത്തെ താങ്കൾ കരിച്ച് കളയുകയാണോ? അല്ലാത്ത ഒരു ചോദ്യം. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന് സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ജീവിജാലങ്ങളെ നിങ്ങൾ കരിച്ചു കളയുകയാണോ? ഒരൊറ്റ ചോദ്യം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറുമ്പുകളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അതാ മനസ്സിലാക്കേണ്ടത്. ഉറുമ്പുകളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അതാ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ജീവി ഏതാ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യന്മാരെ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ജീവി ഏതാ? തവളയെ അറിയോ? തവള മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വിളി കൊണ്ടിരുന്നുണ്ടില്ലേ? എന്താ വിളിക്കണ? തവള കരയണ എങ്ങനെ? നിങ്ങൾ നിസ്സാരവാ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ജീവി തവളയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ എപ്പോഴും ഒരു ഹദീസ് വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. തവളയിൽ നിന്ന് പഠിക്കാനുള്ള 3 or 4 പാഠങ്ങളുണ്ട്. നമ്മൾ ചുമ്മാതെ ഒരൊറ്റ ഏറ കാലുമടക്കി ഒരൊറ്റ അടിയാ. നമ്മൾ വീടിൻ്റെ മഴ പെയ്തിട്ട് വീടിൻ്റെ പരിസരത്ത് തവള ഇരുന്നിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത ശബ്ദമാണ്. ക്രാക്കറ, അതന്നെ ഒരു വല്ലാത്ത ശബ്ദം. അത് ദിക്റ് പറയണതാവശ്യ തവള. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് എവിടെയോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സിൽ എപ്പോഴെങ്കിലും പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ഉറുമ്പ് കടിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതിനെ മുഴുവനും കരിച്ചു കളയുകയാണ് അള്ള ചോദിച്ചതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ, ഈ ശരീഅത്തിൽ തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരെയെങ്കിലും തീ കൊണ്ട് ശിക്ഷിക്കാൻ പാടുണ്ടോ? നമ്മുടെ ദീനിലില്ല. നമ്മുടെ ദീൻ അബദില്ല. വറാ ഖറിയതൻ നംലതി ഖദ് ഹറകനാഹാ ഫഖാല മൻ ഹറക ഹാദിഹി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, അല്ലാഹുവേ, ഞങ്ങൾ കരിച്ചു കളഞ്ഞിരുന്ന ഒരു ഉറുമ്പ് സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു ഉറുമ്പ് സമൂഹത്തെ ഞങ്ങൾ കരിച്ചു കളഞ്ഞു, ഒരു ഉറുമ്പിന്റെ കൂട് ഞങ്ങൾ കത്തിച്ചു കളഞ്ഞു. അങ്ങനെ കത്തിച്ചു കളഞ്ഞത് കണ്ടപ്പോ നബി ചോദിക്കുകയാ, ആരാണ് ഈ സമൂഹത്തെ കരിച്ചു കളയുന്നത്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ, ഇതാരാ ഈ പണി കാണിച്ചത്? ആരാണിത് കരിച്ചു കളഞ്ഞത്? പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, തീ കൊണ്ട് ശിക്ഷിക്കാൻ ആർക്കും അനുവാദമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തീ കൊണ്ട് ശിക്ഷിക്കുവാൻ ഈ ലോകത്ത് ആർക്കും അധികാരമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. കാരണം തീയുടെ തീ റബ്ബിൻ്റെതാണ്, അള്ളാഹുവിനല്ലാതെ അതിന് അധികാരമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. തീ ആരുടേതാണ്? അള്ളാഹിൻ്റെതാണ്. അള്ളാഹിക്ക് മാത്രമേ തീ കൊണ്ട് ശിക്ഷ കൊടുക്കാനുള്ള പവർ അള്ളാഹിക്കേ ഉള്ളൂ, നമുക്കില്ല. അപ്പൊ ഈ തേനീച്ചയുടെ തേനെടുക്കുന്നവനെയൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചാന് നലച്ചിക്ക് അത് പുകയ്ക്കല്ലേ? അല്ല, പുകച്ചു കളയല്ലേ? നാലിച്ചിക്ക്. എൻ്റെ ഇപ്പോൾ
നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹക്കമായി വലിയ വീടൊക്കെ വെച്ചു. വീടൊക്കെ കല്യാണത്തിന് വേണ്ടി ഒരുക്കി. പക്ഷേ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഇത്രയും തേനീച്ച വന്നിരിപ്പുണ്ട്. എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കണ. പാവം, നല്ലതല്ലേ, തേൻ കിട്ടൂലേ? നമ്മളതിനെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സ്വഹാബികൾ ഒരു ഉറുമ്പിന്റെ കൂട് കരിച്ചു കളഞ്ഞത് കണ്ടിട്ട് മുത്തുനബി ചോദിക്കുകയാ, ഇതാരാ ചെയ്തത്? ചെയ്യാൻ പാടില്ല, കരിക്കാൻ പാടില്ല, തീ കൊണ്ട് ശിക്ഷ നടത്താൻ പാടില്ല, അത് അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇപ്പം നിങ്ങൾ ചോദിക്കും, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദെ, കടിക്കണ ഉറുമ്പിനെ പിന്നെ എന്ത് ചെയ്യും? താരാട്ട് പാടാൻ പറ്റുമോ? അല്ല, ഈ മരത്തിലൊക്കെ കടിക്കണ ഉറുമ്പ്, ഒരു ഉറുമ്പ് നമ്മളെ കടിച്ച സാധനം ഇത്രയേ ഉള്ളൂ, പക്ഷെ ഒന്ന് കടിച്ചു നോക്കട്ടെ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ ചെറിയൊരു ഉറുമ്പ് കയറിയിരിക്കും. സുബ്ഹാനല്ലാഹ്, കടിയെന്ന് പറഞ്ഞാൽ പറ്റേ അറിയോ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, കടിക്കുന്ന ഉറുമ്പ് എന്ത് ചെയ്യണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഇന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖത്ലി അർബഇൻ മിനദ് ദവാബ് അന്നംലതു വന്നഹലതു വൽഹുദ്ഹുദു വസ്സുറദാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 ജീവികളെ കൊല്ലുന്നതിൽ നിന്ന് നബി ഞങ്ങളെ വിലക്കിയിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 ജീവികൾ എന്ത് ചെയ്യാൻ പാടില്ല? 4 ജീവികളെ ഏതൊക്കെയാണത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദ്രോഹം ചെയ്യുന്ന ഉറുമ്പുകളെ അല്ലാതെ കൊല്ലാൻ പാടില്ല എന്ന്. ദ്രോഹം ചെയ്യുന്ന ഉറുമ്പ് ഇല്ലേ, കട്ടുറുമ്പ്, ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ റബ്ബേ വിവരം അറിയും. അതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അരച്ചു കയറും. അപ്പം അങ്ങനെയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്തേ പഠിപ്പിക്കുന്നത്? 4 സാധനങ്ങളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, 4 ജീവികളെ കൊല്ലുന്നതിൽ നിന്ന് നബി ഞങ്ങളെ വിലക്കിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തുകൊണ്ടാ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിനെ കൊല്ലാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ വൽ അർള് വമൻ ഫീഹിന്ന വഇന്ന മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. 7 ആകാശങ്ങളും ഭൂമിയും അവയിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹിന് ദിക്ർ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അള്ളാഹുവിന് ദിക്ർ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണയിൽ കഴിയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊന്നുകളയാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഇൽമ നൽകുമാറാകട്ടെ. അതുപോലെ ശിക്ഷ നടപടിയിൽ അനീതി കാണിക്കാനും പാടില്ല. കടിച്ച ഉറുമ്പിനെ അല്ലല്ലോ കൊല്ലണത്, മൊത്തത്തിനും കൊല്ലല്ലേ. അതാപിറങ്ങുമ്പോൾ ഒരുമിച്ച് ഇറങ്ങണല്ലേ. അതാപിറങ്ങുമ്പോൾ ഒരുമിച്ച്. കടിച്ച ഉറുമ്പിനല്ലേ കൊല്ലേണ്ടത്, ബാക്കിയുള്ളത് നിന്നോട് എന്ത് ചെയ്തു? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ തൂത്തു വെളിയിൽ കള, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഉറുമ്പിനെ ഒരിക്കലും നമ്മൾ കരിച്ചു കളയാൻ പാടില്ല. ഉറുമ്പിനെന്ന് മാത്രമല്ല, 1 ഉറുമ്പിനെ നമ്മൾ കരിച്ചു കൊല്ലാൻ പാടില്ല. 2 തീ കൊണ്ടുള്ള ശിക്ഷ ഒന്നിനോടും ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.